ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെറിയ രസകരമായ കഥ പഠിക്കാം. കഥയുടെ പേര് VIP ബിരിയാണി. നമുക്ക് ഓരോ സെൻറ്റൻസിലെ അർത്ഥം നല്ലപോലെ മനസ്സിലാക്കി ഒന്നിച്ച് പറഞ്ഞ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഒരു ദിവസം മനു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഏതാണെന്ന് നോക്കാം. അപ്പം ഒരു ദിവസം നമുക്ക് എങ്ങനെ പറയാം? വൺ ഡേ. ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ദിവസം മനു ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് നമുക്ക് എങ്ങനെ പറയാം? റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് പറയാം. പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. കാര്യം എന്താ? പോയി എന്നാണ്. അപ്പം ഗോ, പോവുക. അപ്പോൾ പോയി എന്നുള്ളത് ഗോയുടെ പാസ്റ്റ് ഫോം ആക്കി നമുക്കിവിടെ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഒരു ദിവസം മനു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വൺ ഡേ, ഒരു ദിവസം. വൺ ഡേ മനു. അപ്പം ഞാൻ പറഞ്ഞു പോവുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം എന്താ? ഗോയുടെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാ? ഗോ, വെൻറ്റ്, ഗോൺ. നമ്മളതിൽ വെൻറ്റ് സെക്കൻഡ് ഫോമാണ് എഴുതുന്നത്. വെൻറ്റ്. അപ്പം വൺ ഡേ മനു വെൻറ്റ്. എവിടെയാണ് പോയത്? റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ വൺ ഡേ മനു വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. അപ്പം ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ളതിന് നമ്മൾ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതി. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? വൺ ഡേ മനു വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. ഒരു ദിവസം മനു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എന്ത് ചേഞ്ചാണ്? ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വൺ ഡേ മനു വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആകെ ഒരു ചേഞ്ച് വരുത്തിയത് വെൻറ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോ ആണ് പ്രസൻറ്റ് ഫോം. ആ ഗോയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി വെൻറ്റ് എഴുതി. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്. അത് ഞാനിവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. അതിവിടെ എഴുതിയാലും മതി. അപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഇതാണ് 3 ഫോംസ്. അപ്പം അതിലെ സെക്കൻഡ് ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഓർത്തിരിക്കുക, വൺ ഡേ മനു വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. അപ്പം ഒരു ദിവസം മനു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം നമ്മളിവിടെ വെൻറ്റ് ആണ് എഴുതിയത്. അപ്പം പിന്നെ വേറെന്താ? പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? വെർബ് എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ എഴുതിയേക്കാം. മനു സബ്ജക്റ്റും വെർബ് എന്ന് പറയുന്നതാണ് വെൻറ്റ് ആണ് വെർബ്. അപ്പം ഈ സബ്ജക്റ്റും വെർബും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മനസ്സിലാകാത്തൊരു കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മനു വെയിറ്ററിനോട് ഒരു ചിക്കൻ ബിരിയാണി ചോദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഇവിടെ ഈ ചോദിച്ചു എന്ന് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മനു വെയിറ്ററിനോട് ഒരു ചിക്കൻ ബിരിയാണി. അപ്പം ഒരു എന്നുള്ളത് നമുക്ക് ഉപയോഗിച്ച് എഴുതാം. ചിക്കൻ ബിരിയാണി. ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പം ഇവിടെ ചോദിച്ചു എന്നാണ്. അപ്പം നമ്മൾ ആസ്കിനെയും പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം എങ്ങനെയാണ്? മനു വെയിറ്ററിനോട് ഒരു ചിക്കൻ ബിരിയാണി ചോദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മനു, അപ്പം ചോദിച്ചു. അപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക് ആണ്. അപ്പോൾ ചോദിച്ചു എന്നായിട്ട് നമ്മൾ ആസ്കിനെ പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ആസ്ക്. മനു ആസ്ക് ദ വെയിറ്റർ. ഇവിടെ എഴുതാം, മനു ആസ്ക് ദ വെയിറ്റർ. എന്താണ് ആസ്ക് ചെയ്ത്? ഫോർ ചിക്കൻ ബിരിയാണി. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ചിക്കൻ ബിരിയാണി. അപ്പം മനു ആസ്ക് ദ വെയിറ്റർ ഫോർ ചിക്കൻ ബിരിയാണി. മനു വെയിറ്ററിനോട് ഒരു ചിക്കൻ ബിരിയാണി ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതി? എന്തൊരു ചേഞ്ചാണ് വരുത്തിയത്? ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ ഒരു സെൻറ്റൻസ് എന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സെൻറ്റൻസിനെ ഒരു പാസ്റ്റ് ഫോം ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഇവിടെ വേറൊരു ഒറ്റ ചേഞ്ച് വരുത്തിയിട്ടുള്ള ആസ്കിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, ആസ്ക്ഡ് ആക്കി, യൂസ് ചെയ്ത് അതിനെ ആസ്ക്ഡ് ആക്കി. ആ ഒരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ ആസ്ക്ഡ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം ഈ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എഴുതിയേക്കാം. നമ്മളിവിടെ ആസ്ക്ഡ് എഴുതി നമ്മൾ
പ്രസൻറ്റ് ഫോമായ ആസ്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഇവിടെ ആസ്ക്ഡ് ആക്കിയത്. നമ്മൾ ഇ ഡി യൂസ് ചെയ്തിട്ട് ആസ്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എഴുതിയത്. അപ്പം ഒരു കഴിഞ്ഞു പോയൊരു കാര്യമായി. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. മനു വെയിറ്ററിനോട് ഒരു ചിക്കൻ ബിരിയാണി ചോദിച്ചു. മനു ആസ്ക് ദ വെയിറ്റർ ഫോർ എ ചിക്കൻ ബിരിയാണി. മനു ആസ്ക് ദ വെയിറ്റർ ഫോർ എ ചിക്കൻ ബിരിയാണി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഉടൻ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റർ അടുക്കളയിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഉടൻ, ഉടൻ എന്ന് വെച്ചാൽ സൂൺ. കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിങ്. പറഞ്ഞിട്ട്, അപ്പം പറയുക എന്ന് വെച്ചാൽ സേ. അപ്പം നമുക്ക് സേയുടെ പാസ്റ്റ് ഫോം ഇവിടെ എഴുതാം. അടുക്കള, കിച്ചൺ. പോകുക, പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പം ഇവിടെ പോയി എന്നാണ്. അപ്പം നമുക്ക് ഗോയുടെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം. ഉടൻ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റർ അടുക്കളയിലേക്ക് പോയി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എഴുതാം ദ വെയിറ്റർ. ദ വെയിറ്റർ. അപ്പം പറഞ്ഞു, പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് സേയെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. സെയ്ഡ്. ദ വെയിറ്റർ സെയ്ഡ്. സെയ്ഡ് ഹീ. അപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞു എന്നല്ലേ. അപ്പം കൊണ്ടുവരിക, അതൊരു ഫ്യൂച്ചർ ടെൻസ്. ഇപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കും കൊണ്ടുവരിക, കൊണ്ടുവരും. അപ്പോൾ ഒരു ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താ വില്ല് യൂസ് ചെയ്താലെന്ന്? ഹീ വിൽ ബ്രിങ് നമുക്ക് എഴുതാമെന്ന്. പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാം സെയ്ഡ് ഒരു പാസ്റ്റ് ഫോമാണ് എഴുതിക്കുന്നത്. സെയ്ഡ് പാസ്റ്റ് ഫോം സെയ്ഡ്. അപ്പോൾ സെയ്ഡ് ഒരു പാസ്റ്റ് ഫോം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ഫ്യൂച്ചർ ടെൻസിന് വില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ വുഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വില്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് വുഡ്. നമുക്ക് ഇവിടെ എഴുതാം. കാര്യം ഇവിടെ ഹീ വിൽ ബ്രിങ് നമ്മൾ എഴുതാൻ പറ്റാത്തത് കാര്യം ഓൾറെഡി ദ വെയിറ്റർ സെയ്ഡ്. സെയ്ഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഫ്യൂച്ചർ ടെൻസ് എഴുതാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ വില്ലിനെ നമ്മൾ വുഡ് ആക്കിയിട്ടാണ് എഴുതുന്നത്. ഹീ വുഡ് ബ്രിങ് ദ ബിരിയാണി. ഹീ വുഡ് ബ്രിങ് ദ ചിക്കൻ ബിരിയാണി. The waiter said he would bring the chicken biryani soon. എന്നിട്ട് ആൻഡ് കിച്ചണിലേക്ക് പോയി, അടുക്കളയിലേക്ക് പോയി. അപ്പം പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം എന്തൊക്കെയാണ്? 3 ഫോംസ് ഉണ്ട്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് വെൻറ്റ് ആണ്. സെക്കൻഡ് ഫോമായ വെൻറ്റ് ആണ് എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. വെൻറ്റ് ടു ദ കിച്ചൺ. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം നമ്മൾ എന്തൊക്കെ ചേഞ്ചാണ് വരുത്തിയത്, എവിടേക്കാണ് വരുത്തിയിട്ട് എഴുതിയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ദ വെയിറ്റർ സെയ്ഡ്. അപ്പം സെയ്ഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പം സേയുടെ പാസ്റ്റ് ഫോമാണ് സെയ്ഡ്. അപ്പോൾ ഈ ഒരു സെയ്ഡ് ഇവിടെ ഒരു ചേഞ്ച് വരുത്തി നമ്മൾ പ്രസൻറ്റ് ടെൻസായി സേയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി സെയ്ഡാക്കി. പിന്നെ നമ്മൾ ഇവിടെ വുഡ് എഴുതി. കാര്യം ഇത് കൊണ്ടുവരും എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ടെൻസ് കൊണ്ടുവരും എന്നാണെങ്കിൽ നമുക്ക് വില്ല് ചേർത്ത് എഴുതാം. പക്ഷേ ഇവിടെ വില്ല് ചേർക്കാൻ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു സെയ്ഡ് എന്നൊരു പാസ്റ്റ് ഫോം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കൂടെ വീണ്ടും വില്ല് ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ വില്ലിനെ വുഡ് ആക്കിയിട്ടാണ് എഴുതിയത്. ഹീ വുഡ് ബ്രിങ് ദ ചിക്കൻ ബിരിയാണി സൂൺ. ഉടൻ. ആൻഡ് അത് കഴിഞ്ഞ് വെൻറ്റ് എന്തുകൊണ്ടാണ് എഴുതിയത്? ഓൾറെഡി പോയി കിച്ചണിലോട്ട്. അപ്പം നമ്മൾ ഗോയെ പാസ്റ്റ് ഫോം ആക്കി വെൻറ്റ് ആക്കി. വെൻറ്റ് ടു ദ കിച്ചൺ. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. അപ്പം ഉടൻ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റർ അടുക്കളയിലേക്ക് പോയി. നമുക്ക് ഒന്നിച്ച് പറയാം. The waiter said he would bring the chicken biryani soon and went to the kitchen. The waiter said he would bring the chicken biryani soon and went to the kitchen. അപ്പം പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ വെൻറ്റിൻ്റെ എത്ര ഫോംസാണ് ഉള്ളത്? ജസ്റ്റ് വെൻറ്റിനല്ല, ഗോയുടെ ഫോംസാണ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്. അപ്പം ഗോ, വെൻറ്റ്, ഗോൺ, ഈ 3 ഫോംസ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം അതാണ് നമ്മൾ സെക്കൻഡ് ഫോമായ വെൻറ്റാണ് നമ്മളിവിടെ എഴുതിയത്. നിങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിരിയാണി വന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഈവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഒരു കോമ ഇടാം നമുക്ക്. ദ ബിരിയാണി. ഈവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ ബിരിയാണി സ്റ്റിൽ
നമുക്ക് സ്റ്റിൽ എന്ന് എഴുതാം. സ്റ്റിൽ ഹാഡിൻറ്റ് still hadn't arrived. അപ്പം അറൈവ്ഡിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, ഇ ഡി യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി അറൈവ്ഡ് എന്ന് എഴുതി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിരിയാണി വന്നില്ല. ഈവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ ബിരിയാണി സ്റ്റിൽ ഹാഡിൻറ്റ് അറൈവ്ഡ്. ബിരിയാണി എന്നിട്ടും വന്നില്ല, ഇതുവരെ വന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബിരിയാണി വന്നില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് സ്റ്റിൽ ഹാഡിൻറ്റ് അറൈവ്ഡ്. ഈവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ ബിരിയാണി സ്റ്റിൽ ഹാഡിൻറ്റ് അറൈവ്ഡ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഈവൻ ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ ബിരിയാണി സ്റ്റിൽ ഹാഡിൻറ്റ് അറൈവ്ഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മനു മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് എഴുന്നേറ്റപ്പോഴേക്കും ചൂട് ബിരിയാണി മുന്നിലെത്തി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഇവിടെ നമുക്ക് കാണാം മറ്റൊരു റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇപ്പം അനദർ റെസ്റ്റോറൻറ്റ്. ഇപ്പം വേറെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ അനദർ റെസ്റ്റോറൻറ്റ് പറയാം. പിന്നെ ഇതിൽ നമുക്ക് കാണാം പോകാമെന്ന് വിചാരിച്ച്, മറ്റൊരു റെസ്റ്റോറൻറ്റ് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേൽറ്റു. വിചാരിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? തിങ്ക്. അപ്പം ആലോചിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക, ഇതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് തിങ്ക് എന്ന് പറയാം നമുക്ക്. അപ്പം ഇവിടെ ഓൾറെഡി വിചാരിച്ച് കഴിഞ്ഞ കാര്യമാണ്, എന്നിട്ട് വിചാരിച്ചിട്ടാണ് ഇവിടെ എഴുന്നേൽക്കുന്നത്. അപ്പം കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട്, വിചാരിച്ച് കഴിഞ്ഞ് ഓൾറെഡി ആലോചിച്ച് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ തിങ്ക്. ഈ ആലോചിക്കുക എന്ന് പറയുന്നത് തിങ്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് നമ്മൾ തിങ്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതി. തോട്ട്. മനു തോട്ട് ഓഫ് ഗോയിങ് ടു അനദർ റെസ്റ്റോറൻറ്റ്. പിന്നെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും. അപ്പം എഴുന്നേൽക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റാൻഡ്. അപ്പം ഓൾറെഡി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്, ബിരിയാണി വന്നത്. അപ്പം എഴുന്നേറ്റപ്പോഴേക്കും. അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ഫോം എഴുതി സ്റ്റുഡ്. ഹാഡ് ജസ്റ്റ് സ്റ്റുഡ്. കാണാം ഗോയിങ് ടു അനദർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹാഡ് ജസ്റ്റ് സ്റ്റുഡ് അപ്പ്. എപ്പോഴാണ് എഴുന്നേറ്റത്? ചൂട് ബിരിയാണി മുന്നിൽ എത്തി. എഴുന്നേറ്റപ്പോഴേക്കും ചൂട് ബിരിയാണി മുന്നിൽ എത്തി. അപ്പം വെൻ എ ഹോട്ട് ബിരിയാണി വാസ് സെർവ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പം ഇവിടെ SERVED ആണ് സ്പെല്ലിംഗ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പം വാസ് സെർവ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ ഓൾറെഡി സെർവ് ചെയ്ത് കഴിഞ്ഞു. എഴുന്നേറ്റപ്പോഴേക്കും ബിരിയാണി അവിടെ മുമ്പിൽ കൊണ്ട് വെച്ചു, സെർവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ഇംഗ്ലീഷിൽ പറയാം. Manu thought of going to another restaurant and had just stood up when a hot biryani was served in front of him. മനു മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും ചൂട് ബിരിയാണി മുന്നിൽ എത്തി. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. മനു തോട്ട് ഓഫ് ഗോയിങ് ടു അനദർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹാഡ് ജസ്റ്റ് സ്റ്റുഡ് അപ്പ് വെൻ എ ഹോട്ട് ബിരിയാണി വാസ് സെർവ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഹി എൻജോയ്ഡ് ദ ഹോട്ട് ബിരിയാണി ആൻഡ് ഏറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ടേസ്റ്റ്. ഹി എൻജോയ്ഡ് ദ ഹോട്ട് ബിരിയാണി ആൻഡ് ഏറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ടേസ്റ്റ്. ഇപ്പം ഞാനിവിടെ എഴുതുമ്പോൾ ഈറ്റിന് എത്ര ഫോംസ് ഉണ്ടെന്ന് ജസ്റ്റ് എഴുതിയേക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? ഏറ്റ് എന്നാണ്. അപ്പം ഈറ്റിന് എത്ര ഫോംസ് ഉണ്ടെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. അപ്പം 3 ഫോംസ് ഉണ്ട് ഈറ്റിന്. അപ്പം നമ്മളിവിടെ എഴുതിയത് 8 ആണ്. അപ്പം ഈറ്റിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ബിരിയാണി ആൻഡ് ഏറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ടേസ്റ്റ്. കാര്യം ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റ് എഴുതിയത്. സെക്കൻഡ് ഫോമാണ് എഴുതിയത്. അപ്പം ഈറ്റിൻ്റെ സെക്കൻഡ് ഫോം എഴുതി. അപ്പം നിങ്ങൾ നമുക്ക് പറയാം ഹി എൻജോയ്ഡ് ദ ഹോട്ട് ബിരിയാണി ആൻഡ് ഏറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ടേസ്റ്റ്. നെക്സ്റ്റ് പോയിൻറ്റ്, ബിരിയാണിയുടെ ബിൽ കണ്ട് അവൻ ഞെട്ടിപ്പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഈ ഞെട്ടിപ്പോയി എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞെട്ടുക, ഷോക്ക്. അപ്പോൾ ഇവിടെ ഞെട്ടിപ്പോയി നമ്മൾ ഷോക്കിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതും. ബിരിയാണിയുടെ ബിൽ കണ്ട് അവൻ ഞെട്ടിപ്പോയി. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹി വാസ് ഷോക്ക്ഡ്. ഷോക്കിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോ. SHOCKED. ഹി വാസ് ഷോക്ക്ഡ് to see the biryani bill. He was shocked to see the biryani bill. He was shocked to see the biryani bill.
ബിരിയാണിയുടെ ബിൽ കണ്ട് അവൻ ഞെട്ടിപ്പോയി. നെക്സ്റ്റ് പോയിന്റ്, അവൻ വെയിറ്ററിനോട് പറഞ്ഞു ഞാൻ ഒരു ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഹീ, അപ്പം അവൻ പറഞ്ഞു, അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ, ടെൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. ഹീ ടോൾ, ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോൾ. ഹീ ടോൾ ദ വെയിറ്റർ, he told the waiter he had, ഒരു കോമ ഇടാം, he had, ജസ്റ്റ് കാണുന്ന രീതിയിൽ വെച്ചതാണ്. he told the waiter he had only eaten. അപ്പം ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കുക, ഇവിടെ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ഈറ്റിൻ്റെ തേർഡ് ഫോം ആണ് എഴുതാൻ പോണത്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ എന്നല്ലേ. അപ്പം നമ്മൾ തേർഡ് ഫോമാണ് എഴുതിയത്. ഹി ഹാഡ് ഓൺലി ഈറ്റൻ വൺ, കാണുന്നില്ലെന്ന് തോന്നുന്നു, ഓക്കെ, വൺ, ഹി ഹാഡ് ഓൺലി ഈറ്റൻ വൺ ബിരിയാണി. അപ്പം നമ്മൾ എങ്ങനെ ഇത് എഴുതിയെന്ന് നമുക്ക് നോക്കാം. അവൻ വെയിറ്ററിനോട് പറഞ്ഞു ഞാൻ ഒരു ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. ഹി ടോൾഡ് ദ വെയിറ്റർ ഹി ഹാഡ് ഓൺലി ഈറ്റൻ വൺ ബിരിയാണി. അപ്പം നമ്മളിവിടെ 2 ചേഞ്ചസാണ് വരുത്തിയത്. ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തിയത്, നമ്മൾ പറയുക എന്നുള്ളത് പറഞ്ഞു എന്നാക്കാൻ വേണ്ടി നമ്മൾ ടെല്ലിനെ പാസ്റ്റ് ഫോം ആക്കി ടോൾഡ് എഴുതി. പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയത് കഴിച്ചു. അപ്പോൾ കഴിച്ചു എന്നുള്ളത്, കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റാണ്. അപ്പോൾ കഴിച്ചു, അപ്പം ഈറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി. അപ്പം ഈറ്റിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ അവിടെ എഴുതിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെയും കൂടെ ചെറുതായിട്ട് എഴുതിയേക്കാം. ഈറ്റ്, ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പോൾ ഇതാണ് ഈറ്റിൻ്റെ 3 ഫോംസ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് തേർഡ് ഫോമാണ്, ഈറ്റൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ നമുക്ക് പറയാം. ഹി ടോൾഡ് ദ വെയിറ്റർ ഹി ഹാഡ് ഓൺലി ഈറ്റൻ വൺ ബിരിയാണി. ഹി ടോൾഡ് ദ വെയിറ്റർ ഹി ഹാഡ് ഓൺലി ഈറ്റൻ വൺ ബിരിയാണി. ഇവിടെ എന്തുകൊണ്ട് ഓൺലി യൂസ് ചെയ്തത്, കാര്യം ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവൻ വെയിറ്ററിനോട് പറഞ്ഞു ഞാൻ ഒരു ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം ആ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് വരാൻ വേണ്ടിയിട്ട്, ആ ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൺലി യൂസ് ചെയ്തത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. വെയിറ്റർ പറഞ്ഞു നിങ്ങളുടെ വെയിറ്റിംഗ് ചാർജ് കൂടുതലാണെന്ന്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദ വെയിറ്റർ പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. അപ്പം ഇവിടെ പറഞ്ഞു എന്നാണ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതുന്നു, സെയ്ഡ്. ദ വെയിറ്റർ സെയ്ഡ്, എന്താ പറഞ്ഞത്, നിങ്ങളുടെ വെയിറ്റിംഗ് ചാർജ് കൂടുതലാണെന്ന്. നമുക്ക് എങ്ങനെ എഴുതാം, യുവർ വെയിറ്റിംഗ് ചാർജ് കൂടുതലാണ് എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഈസ് ഹൈ. യുവർ വെയിറ്റിംഗ് ചാർജ് ഈസ് ഹൈ. അപ്പം എന്താ പറഞ്ഞത്, ദ വെയിറ്റർ സെയ്ഡ് യുവർ വെയിറ്റിംഗ് ചാർജ് ഈസ് ഹൈ. വെയിറ്റർ പറഞ്ഞു നിങ്ങളുടെ വെയിറ്റിംഗ് ചാർജ് കൂടുതൽ ആണെന്ന്. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, നമ്മൾ സേയെ സെയ്ഡാക്കി മാറ്റി. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതി സെയ്ഡ്. പിന്നെ നമ്മൾ വേറെ എന്താ എഴുതിയത്, വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരു പ്രസൻറ്റ് ഫോമിൽ നിന്ന് പാസ്റ്റ് ഫോമിലോട്ടാക്കാൻ വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. സെയിം അതുപോലെ തന്നെയാണ് എഴുതിയത്. ദ വെയിറ്റർ സെയ്ഡ് യുവർ വെയിറ്റിംഗ് ചാർജ് ഈസ് ഹൈ. അപ്പം ഇത് മാത്രമേ അവിടെ ചേഞ്ച് വന്നിട്ടുള്ളൂ. ഒരു അണ്ടർലൈൻ വരച്ചിട്ടുണ്ട്. അപ്പം വെയിറ്റർ പറഞ്ഞു നിങ്ങളുടെ വെയിറ്റിംഗ് ചാർജ് കൂടുതലാണ്. ദ വെയിറ്റർ സെയ്ഡ് യുവർ വെയിറ്റിംഗ് ചാർജ് ഈസ് ഹൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.